ഹായ്, എല്ലാവർക്കും ഈസി സോഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന ടെക്സ്റ്റിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 1 പാർട്ട് 2 ആണ്. അതായത് എം എൻ ശ്രീനിവാസനെ കുറിച്ചുള്ള ചാപ്റ്ററിൽ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന കൺസെപ്റ്റിൽ ഡോമിനൻ്റ് കാസ്റ്റ്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സാൻസ്ക്രിറ്റൈസേഷൻ നോക്കാം. സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ളത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റായ എം എൻ ശ്രീനിവാസൻ ഇൻട്രൊഡ്യൂസ് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് സാൻസ്ക്രിറ്റൈസേഷൻ. സാൻസ്ക്രിറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഇതൊരു തരത്തിലുള്ള ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി വിത്തിൻ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം. ഇന്ത്യൻ കാസ്റ്റിൽ നടക്കുന്ന സോഷ്യൽ മൊബിലിറ്റിയാണ്. സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു നിശ്ചിത സ്റ്റാറ്റസിൽ നിന്ന് വേറൊരു സ്റ്റാറ്റസിലേക്ക് മാറുന്നതിനെയാണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുക. അതായത് ഒരു ലോവർ കാസ്റ്റ് ഒരു ഉയർന്ന ഹയർ കാസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ അനുകരിക്കുക. ഏതിലൂടെ? അഡോപ്റ്റിംഗ് കസ്റ്റംസ്, റിച്വൽ, പ്രാക്ടീസ് ഓഫ് ഹയർ കാസ്റ്റ്. ഹയർ കാസ്റ്റിൻ്റെ കസ്റ്റംസും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ബ്രാഹ്മണന്മാരാണ് പൂണൂല് ധരിക്കുക, ഉയർന്ന ജാതിക്കാർ. അപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളോ ആ ഒരു ജാതിയുടെ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പൂണൂൽ പോലത്തെ കാര്യങ്ങളൊക്കെ ധരിക്കുക. ഇങ്ങനെ അവർക്ക് ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ് അധികം വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുക, ബ്രാഹ്മണൻസ്, നമ്പൂതിരിമാരും വരെ. അപ്പം താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ അവരുടെ മാംസാഹാരമൊക്കെ ഒഴിവാക്കി വെജിറ്റേറിയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ അവരെ അനുകരിച്ച് ആ ഒരു ജാതി സ്റ്റാറ്റസ് നേടാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനൊരു ടെൻഡൻസി പലപ്പോഴും ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നടക്കുന്നതായിട്ട് എം എൻ ശ്രീനിവാസന് മനസ്സിലായി. അദ്ദേഹം ഗ്രാമങ്ങളിൽ പോയപ്പോൾ അതിനെയാണ് ഇന്ത്യൻ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കൺസെപ്റ്റ് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ജാതി സംബന്ധമായിട്ട് നടക്കുന്ന ചേഞ്ചുകളെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് സാൻസ്ക്രിറ്റൈസേഷൻ. സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ട്വൈസ് ബോൺ, ദിജാഗസ്റ്റ്, അതായത് ട്വൈസ് ബോൺ, രണ്ടാമതൊരു ജന്മം ജനിക്കും, ഇവർക്ക് ആദ്യം ഒരു ജന്മം ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ജന്മം എന്നുള്ളതാണല്ലോ ഉയർന്ന ജാതിക്കാരെ കുറിച്ചുള്ള. അവരുടെ ജാതി ഒരു സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ സാൻസ്ക്രിറ്റൈസേഷൻ എന്നതിൽ കൂടുതൽ വിശദമായിട്ട് നോക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മൈസൂരിലെ, സൗത്ത് ഇന്ത്യയിലെ കർണാടക മൈസൂരിലെ കൂർഗ്സ് എന്ന ഒരു വില്ലേജിൽ പോയി പഠനം നടത്തിയിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ ഭക്ഷണശീലത്തിലും വസ്ത്രവിധാനത്തിലും ഭാഷയിലും മതത്തിൽ, അതായത് ഉയർന്ന ജാതിക്കാർ ചില ഡേറ്റുകളെ, ദേവതകളെ ആരാധിക്കുക, അവയെ താഴ്ന്ന ജാതിക്കാർ ഇങ്ങനെയൊക്കെ അനുകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഈ അപ്പർ കാസ്റ്റിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. മാത്രമല്ല, ഇവർ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നതോടുകൂടി തന്നെ ലോവർ കാസ്റ്റ് പലപ്പോഴും അബാൻഡൻ ദെയർ പ്രാക്ടീസ്, അവരുടെ പ്രാക്ടീസിനെ ഒഴിവാക്കുന്നുണ്ട്, വർജിക്കുന്നതായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. റിച്വൽ പ്യൂരിറ്റി ആൻഡ് ക്ലീൻലെസ് ബിക്കം സെൻട്രൽ ആസ് കാസ്റ്റ് മൂവ്സ് ടുവേർഡ് ബ്രദർ. നമ്മൾ റിച്വൽ പ്യൂരിറ്റി ആണല്ലോ, അതായത് ഈ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ അവർ പിന്തുടർന്ന ആചാരത്ത് പ്യുവറാണ്, മറ്റുള്ളവർ ഇംപ്യുവറാണ്, അത് അശുദ്ധമാണ്, മറ്റത് ശുദ്ധമാണ്. അപ്പോൾ ആ ശുദ്ധി നേടിയെടുക്കാനുള്ള ശ്രമമായിട്ടാണ് ഈ ലോവർ കാസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. പിന്നെ മാത്രമല്ല, ലോവർ കാസ്റ്റ് മൈറ്റ് അഡോപ്റ്റ് സാൻസ്ക്രിറ്റ്. അവർ ഈ സംസ്കൃതം ഭാഷ ഉപയോഗിക്കൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ. അപ്പോൾ ഇവർ ഭാഷയും മാറ്റുന്നുണ്ട്. പലപ്പോഴും സംസ്കൃതം ഭാഷ തന്നെ ഉപയോഗിക്കുന്നതായിട്ട് എം എൻ ശ്രീനിവാസനും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാലങ്ങളായിട്ട് ഇതിങ്ങനെ തുടർന്ന് വരുമ്പോൾ എം എൻ ശ്രീനിവാസൻ പറയുന്നത് സാൻസ്ക്രിറ്റൈസേഷൻ ലീഡ് ടു കൾച്ചറൽ ഹോമോജനൈസേഷൻ കാരണമാകുന്നു എന്നാണ് പറഞ്ഞത്. കൾച്ചറൽ ഹോമോജനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല ജാതികൾ, പല മതം പറ്റി, അപ്പോഴാണ് കൾച്ചറൽ ഹെട്രോജനിറ്റി ഉണ്ടാവുക, പല തരത്തിലുള്ള സംസ്കാരം. അപ്പോൾ കൾച്ചറൽ ഹോമോജനിറ്റി എല്ലാ കൾച്ചറും കൂടി ഒരു സമാന സ്വഭാവമുള്ള ഒരു സംസ്കാരമായി മാറുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാണ് സാൻസ്ക്രിറ്റൈസേഷൻ തിയറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ചില ഇതിനെതിരെ വിമർശനമുണ്ട് ഈ സാൻസ്ക്രിറ്റൈസേഷൻ തിയറിക്കെതിരെ. അതിലുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് ഇവർ എംഫസിസ് ഓൺ അഡോപ്ഷൻ ഓഫ് ബ്രാഹ്മണിക്കൽ വാല്യൂസ് ആസ് ദ ഓൺലി മീൻസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി. ഇവർ പറയുന്നത്, വിമർശകർ, സാൻസ്ക്രിറ്റൈസേഷനെതിരെയുള്ള വിമർശകർ പറയുന്നത് വെറും ബ്രാഹ്മണിക്കൽ വാല്യൂസ്, ഉയർന്ന ജാതിക്കാരാവാൻ വേണ്ടി ശ്രമിക്കുന്നത് മാത്രമാണ് ഇന്ത്യൻ വില്ലേജിൽ കാസ്റ്റ്പരമായിട്ട് നടക്കുന്ന ഒരു ചേഞ്ച് എന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത്. അതല്ലാത്ത ചേഞ്ചുകളൊക്കെ ഒരുപാട് സംഭവിക്കുന്നുണ്ട്, അതിനൊക്കെ അവഗണിക്കുകയും ഇതിനെ മാത്രം ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ഇതിനെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട വിമർശനം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 3.1.4 ഡോമിനൻ്റ് കാസ്റ്റ്. ഡോമിനൻ്റ് കാസ്റ്റ് എന്നൊരു കൺസെപ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. ഡോമിനൻ്റ് കാസ്റ്റ് എന്നുള്ളത് ഈ എം.എൻ. ശ്രീനിവാസൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഡോമിനൻ്റ് കാസ്റ്റ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ എക്കണോമിക്കലി, പൊളിറ്റിക്കലി, സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ചില ജാതികൾക്ക് നല്ല സ്വാധീനമുണ്ട്. അതിനെയാണ് ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് പറയാം. സാധാരണ രീതിയിൽ നമ്മൾ ജാതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, ബ്രാഹ്മണന്മാർ ഏറ്റവും ഉയർന്നവർ, പിന്നെ ക്ഷത്രിയർ, പിന്നെ വൈശ്യർ, പിന്നെ ശൂദ്രർ, ഇങ്ങനെയുള്ള അതിൻ്റെ കാറ്റഗറി പറയുന്നത്. പക്ഷേ ഡോമിനൻ്റ് കാസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ വൈശ്യ കാറ്റഗറിയിൽപ്പെട്ട ഒരു ജാതി, അവർ ഒരു പ്രത്യേക പ്രദേശത്ത്, ഇന്ത്യയിലെ ഗുജറാത്തിലോ മധ്യപ്രദേശിലോ കർണാടകയിലോ പ്രത്യേക പ്രദേശത്ത് ചില സ്ഥലത്ത് ഈ വൈശ്യർക്കാണ് മേധാവിത്വം ഉണ്ടാവുക. ആ ഗ്രാമങ്ങളിൽ അവരായിരിക്കും ചിലപ്പോൾ ന്യൂമറിക്കലി സ്ട്രെങ്ത്, എണ്ണത്തിൽ കൂടുതലായിരിക്കും. ചിലപ്പോൾ ഇവർക്ക് സാമ്പത്തിക പവറുണ്ടാവും, അവിടുത്തെ വാണിജ്യം വ്യവസായമൊക്കെ അവർ നിയന്ത്രിക്കുക. ആ സ്ഥലത്ത് അവിടുത്തെ നമ്മൾ സാധാരണ ഉയർന്ന ജാതിയായി പറയുന്ന മറ്റ് ക്ഷത്രിയരോ ആയിരിക്കില്ല, പകരം അവിടെ വൈശ്യരിച്ച് ഈവൻ ചിലടത്ത് ശുദ്രരായിരിക്കാം, ചിലടത്ത് അപ്പം ഇതിനെയാണ് ഡോമിനൻ്റ് കാസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോമിനൻ്റ് കാസ്റ്റ് പലതുകൊണ്ടുണ്ടാകാം. നേരത്തെ പറഞ്ഞ പോലെ ന്യൂമറിക്കൽ സ്ട്രെങ്ത്, എണ്ണത്തിൽ കൂടുതലായി, പിന്നെ ലാൻഡ് ഓണർഷിപ്പ്, ഭൂമി അവരുടെ കയ്യിലായി കൂടുതൽ ഇതുണ്ടാകും, പിന്നെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയപരമായിട്ട് സ്വാധീനം ഇവർക്കായിരിക്കാം, സോഷ്യൽ സ്റ്റാറ്റസ്, ഇങ്ങനെയൊക്കെ ഡോമിനൻ്റ് കാസ്റ്റ് ഉണ്ടാകാം എന്നാണ് ഈ തിയറിയിൽ, ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. ഡോമിനൻ്റ് കാസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് എം.എൻ. ശ്രീനിവാസൻ മുന്നോട്ട് വെച്ചത് മൈസൂരിലെ രാംപുര എന്നൊരു വില്ലേജിൽ പഠനം നടത്തിയിട്ടാണ്. അവിടെ ചെന്ന് ഫീൽഡ് വർക്ക് നടത്തി അവിടെ സംഭവിക്കുന്ന നടക്കുന്ന സംഭവങ്ങളുടെ ബേസിലാണ് എം.എൻ. ശ്രീനിവാസൻ ഈ ഒരു ഡോമിനൻ്റ് കാസ്റ്റ് എന്നുള്ള ഒരു സങ്കല്പം പറയുന്നത്. ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് കർണാടകയിൽ ഒക്കാലിക എന്ന് പറഞ്ഞൊരു കാസ്റ്റ് ഉണ്ട്. അവർ ഇങ്ങനെ പല നിലക്കും ശക്തി പ്രാപിച്ചതായിട്ട് മനസ്സിലായി. അവർ ഉയർന്ന കാസ്റ്റല്ല, പക്ഷെ അവരുടെ ഡോമിനൻ്റ് ആണ് ഇവർ. അതാണ് ഇതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. ഈ ഒക്കാലിക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ലാൻഡ് ഹോൾഡിങ്സ് ഉള്ളതായി കാരണം, ഭൂസ്വത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരാൾക്ക് ഒരുപാട് ജന്മികൾ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, ഭൂമി സ്വത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് രാഷ്ട്രീയത്തിനും സ്വാധീനം ഉണ്ടാകും. സ്വാഭാവികമായിട്ട് അവർക്കായിരിക്കും ജാതി മേധാവിത്വം ആ സ്ഥലത്ത് ഉണ്ടായിരിക്കുക. ഈ ഡോമിനൻ്റ് കാസ്റ്റ് ഒരു സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ അവിടെ സോഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാരണം ആ ഡോമിനൻ്റ് കാസ്റ്റ് അവർ ഡോമിനൻ്റ് ആകുമ്പോൾ അവർ അവിടെ സ്റ്റേബിളായിട്ട് അവരുടെ ഒരു പ്രത്യേക പവർ എക്സേർട്ട് ചെയ്യും, അവിടെ സോഷ്യൽ ഓർഡർ ഉണ്ടാക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇടപെടും, ആ പ്രശ്നങ്ങൾക്ക് തീർക്കും. അപ്പോൾ ഒരു സോഷ്യൽ സ്റ്റെബിലിറ്റി അവിടെ ഉണ്ടാകും എന്നാണ് ശ്രീനിവാസൻ ഈ ഒരു തിയറിയിലൂടെ പറയുന്നത്. അതേസമയം ഈ ഡോമിനൻ്റ് കാസ്റ്റ് റീൻഫോഴ്സസ് എക്സ്ട്രീം സോഷ്യൽ ഹയറാർക്കി. ഇത് സോഷ്യൽ ഹയറാർക്കി ഉണ്ട്, അധികാരശ്രയം ഉണ്ടാക്കുന്നത്. അവിടെ ആ ഡോമിനൻ്റ് കാസ്റ്റ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്, മറ്റുള്ളവരൊക്കെ അവരെ താഴെയായിരിക്കും. സ്റ്റാറ്റസിലാണെങ്കിലും മറ്റു പ്രിവിലേജുകളുടെ കാര്യത്തിലും ഒക്കെ ഇവരായിരിക്കും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം അനുഭവിക്കുന്നുണ്ടായിരിക്കുക. ഈ ഡോമിനൻ്റ് കാസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് പലപ്പോഴും അത് ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസം, ഇറ്റ് ഈസ് പ്രൈമറി ബേസ്ഡ് ഓൺ റൂറൽ സോഷ്യൽ സ്ട്രക്ചേഴ്സ് എന്നാണ്. ഇത് പലപ്പോഴും ഗ്രാമീണ ജനതയിൽ മാത്രം ബേസ് ചെയ്തിട്ട് പഠിച്ച ഒരു സംഭവമാണ് എന്നുള്ളതാണ്. കാരണം പലപ്പോഴും അർബൻ ഏരിയയിൽ ഇങ്ങനെയുള്ള സംഭവമൊന്നും നടക്കുന്നില്ല, റൂറൽ ഏരിയയിൽ ഉള്ള മാത്രം കാണപ്പെടുന്ന ഒരു സംഭവമാണ് എന്നാണ് ഇതിനെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനം ആയിട്ട് മനസ്സിലാക്കുന്നത്. ഈ ഡോമിനൻ്റ് കാസ്റ്റ് എന്നുള്ളത് ഇപ്പോഴും ഇന്ത്യൻ ഇലക്ട്രൽ പൊളിറ്റിക്സിലൊക്കെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം പല സ്ഥലത്തും ഇപ്പോൾ നമുക്കറിയാം, ഗുജറാത്തിലൊക്കെ പലപ്പോഴും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ MLA ആയിട്ട് ഒക്കെ വരുന്നതായിട്ട് അവർക്ക് നല്ല സ്ട്രോങ്, കാരണം അവിടെ ദളിതുകളാണ് ഡോമിനൻ്റ് കാസ്റ്റ് ആ ഒരു പ്രദേശത്ത്. അതൊക്കെ ഇപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴും റെലവൻ്റ് ആണ്.
ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും സോഷ്യൽ മൂവ്മെൻറ്റ്സ്, ലീഗൽ റിഫോംസ് ആൻഡ് റൈസ് ഓഫ് ദളിത് ബാക്ക്വേർഡ് കാസ്റ്റ്സ് ഹാവ് ചാലഞ്ചഡ് ദ ട്രഡീഷണൽ ഡോമിനൻസ് ഓഫ് സർട്ടൻ കാസ്റ്റ്. ഇങ്ങനെ വരുന്നതിലൂടെ ട്രഡീഷണലായിട്ട് പരമ്പരാഗതമായിട്ട് സാമ്പ്രദായികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു കാസ്റ്റ് ഹെയറാർക്കിനൊക്കെ ഈ ഡോമിനൻ്റ് കാസ്റ്റ് ചാലഞ്ച് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതിലൂടെ എന്നാണ് ശ്രീനിവാസൻ ഡോമിനൻ്റ് കാസ്റ്റ് എന്നുള്ള ഒരു ഇതിലൂടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡോമിനൻ്റ് കാസ്റ്റിനെ കുറിച്ച് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ജാതിക്ക് അംഗസംഖ്യ കൂടുതലുണ്ട്, ന്യൂമറിക്കൽ സ്ട്രെങ്ത്, അതല്ലെങ്കിൽ എക്കണോമിക് പവർ ഉണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷേ നമ്മൾ പരമ്പരാഗതമായി മനസ്സിലാക്കുന്ന ജാതി ഹൈറാർക്കിയിൽ ഇവർ താഴെയാണെങ്കിലും ആ നിശ്ചിത പ്രദേശത്ത് ഇവർ ഡോമിനൻ്റ് കാസ്റ്റാണ് ആയിരിക്കും. അങ്ങനെ ഇന്ത്യയിൽ ചില വില്ലേജുകളിലൊക്കെ കാണപ്പെടുന്നുണ്ട് എന്നാണ് എം എൻ ശ്രീനിവാസൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു.